പ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി പാട്ടും പാടി ജയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പൂഞ്ഞാറ് എന്ന് പറയുന്നത്. പൂഞ്ഞാറിൽ പി.സി. ജോർജ് തന്നെയായിരിക്കും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ബി.ജെ.പി അവിടെ പാട്ടും പാടി ജയിക്കുമെന്ന് പറയുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ പി.സി. ജോർജ് ഇതേ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളതാണ്. ഒരു പാർട്ടിയിലുമല്ലായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം തന്നെ സ്വന്തമായിട്ടുള്ള സംവിധാനത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് സുഡാപ്പികൾക്കെതിരെ വ്യക്തമായ നിലപാടെടുത്ത് അവരുടെ കരണത്തടിക്കുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനെ വ്യക്തമായിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പോലും അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് 41,851 വോട്ട് അദ്ദേഹം സ്വന്തമായിട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ. പി.സി. ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ടത് അതായത് വിവേകവും ബോധവുമുള്ള സകല മലയാളികളുടെയും ആവശ്യ. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ എന്താ? ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് പ്രതിപക്ഷം. ഈ രണ്ടു കൂട്ടരും ഇപ്പോൾ നമ്മൾ നടക്കുന്ന നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമാണ്, ഇറാന് അനുകൂലമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഇടതാണെങ്കിൽ തീരുമാനമെടുക്കുന്നത്. അമേരിക്കക്കെതിരെ കുര തുടങ്ങിയിട്ടില്ലേ? ഈ കോൺഗ്രസ് ആണെങ്കിൽ സോണിയാഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി മുതൽ താഴെ തട്ടിലുള്ള ആള് വരെ ഖമേനിക്ക് വേണ്ടിയാണ് ഉറഞ്ഞു തുള്ളുന്നത്. അതേസമയം നമ്മുടെ സഭയിൽ ഇതിനെ എതിർത്ത് സത്യം എന്താണ് എന്ന് നട്ടെല്ല് നിവർത്തി പറയാൻ ആരെങ്കിലും ഇന്ന് കേരള നിയമസഭയിലുണ്ടോ? ഒരാള് പോലും ഇല്ല. ഒരാള് പോലും നമ്മുടെ കേരള നിയമസഭയില് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കാൻ ആരുമില്ല. ഇത് മലയാളി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികള് UAE, ബഹ്റൈന്, സൗദി അറേബ്യ ഇത്തരം ഗൾഫ് രാജ്യങ്ങളിലില്ലേ? അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇറാനി ആക്രമണം നടത്തുന്നതൊക്കെ തന്നെ അമേരിക്കയിലേക്കാണല്ല, ഒരിക്കലുമല്ല. ഇറാൻ നടത്തുന്ന സകല ആക്രമണങ്ങളും നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികളുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുള്ള ഗൾഫ് രാജ്യത്തേക്കാ. എന്നിട്ട് പോലും കേരളത്തിലെ ഇടതും വലതും ആർക്കൊപ്പ? ഖമേനി ഭ്രാന്തന്മാർക്കൊപ്പല്ലേ? പി.സി. ജോർജ് എന്ന് പറയുന്നത് നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പൂഞ്ഞാറിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒന്നടങ്കം മനുഷ്യത്വമുള്ള മനുഷ്യരുടെയും ഉത്തരവാദിത്ത ഇദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത്. ഇനി കുറച്ച് പിറകോട്ടൊന്ന് പോയാൽ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ വിഷയം, അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രധാന അധ്യാപികക്കെതിരെ എത്രത്തോളം നരനായാട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദി ഈ പറയുന്ന ആളുകളൊക്കെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ലേ? അന്ന് ഇവിടെയുള്ള കേരളത്തിലെ LDF-ഉം UDF-ഉം ആർക്കൊപ്പായിരുന്നു? ജിഹാദികൾക്കൊപ്പല്ലായിരുന്നു? ആ സിസ്റ്ററെ അങ്ങ് തള്ളിയതല്ലായിരുന്നു? ആ സമയത്തും കൃത്യമായിട്ട് പി.സി. ജോർജ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എത്രത്തോളമാണ് പി.സി. ജോർജ് പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റാ. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സിസ്റ്റർ ഹെലീന, സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ, മതമൗലികവാദികളെ ചെറുപുഞ്ചിരിയോടെ നേരിട്ട് മുട്ടുകുത്തിച്ച ഇരട്ടച്ചങ്കുള്ള കന്യാസ്ത്രീ. ഇതുപോലെ ഒരു സെൻസിറ്റീവ് വിഷയത്തിൽ സ്കൂളിന്റെ നിയമത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ഇത്ര ശ്രദ്ധയോടും ക്ലാരിറ്റിയോടും സംയമനത്തോടും കൂടെ ഇടപെടാനും സംസാരിക്കാനും സാധിച്ചതിൽ സിസ്റ്ററിന് അഭിനന്ദനങ്ങൾ. താൻ നേരിടുന്നത് ഒരു വ്യക്തിയെ അല്ല, മറിച്ച് കേരള സർക്കാർ പോലും ഭയക്കുന്ന, മതത്തിന് വേണ്ടി കൈവെട്ടാനും ആളെ കൊല്ലാനും വരെ മടിയില്ലാത്ത ഒരു തീവ്ര മതമൗലികവാദ പാർട്ടിയെ ആയിട്ടും ഒറ്റക്ക് പോരാടാനുള്ള ആർജവം കാണിച്ച സിസ്റ്ററിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സിസ്റ്റർ കാണിച്ച ആർജവത്തിന്റെ പകുതിയെങ്കിലും ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കും മറ്റുള്ളവർക്കും ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കളിയും ഇവിടെ ചിലവാകില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതോ വലിയ പൊട്ടുകുത്തി കണ്ണട വെച്ച് കപട ഫെമിനിസം പറയുന്നതോ അല്ല സ്ത്രീ ശാക്തീകരണം എന്നും കൂടെ എഴുതി നിർത്തുന്നു.
PC ജോർജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. PC ജോർജ് നിലപാട് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് അനാവശ്യമായിട്ട് ജിഹാദി അജണ്ട നടപ്പിലാക്കാൻ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ബഹളം ഇവിടെ നടത്തി. അന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു MLA രംഗത്തെത്തിയിട്ട് ഈ പറയുന്ന ഈ സിസ്റ്റർക്കും ആ സ്കൂളിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ അനാവശ്യമായിട്ട് ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ സുഡാപ്പികൾ ജിഹാദി അജണ്ടയുമായിട്ട് അവിടേക്ക് കയറി ആക്രമണം നടത്തിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു MLA വേണ്ടിയിട്ടുണ്ടായിരുന്നോ? അന്നും നട്ടല് നിവർത്തി PC ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന വളരെ വ്യക്തമായിട്ട് ഇവിടേക്ക് ജിഹാദി അജണ്ടക്കെതിരെ നിലപാടെടുക്കുന്നത് ഒരിക്കലും ഒരു മതത്തിനെതിരെയല്ല, തീവ്രതക്കെതിരെയാണ്. ഈ പറയുന്ന അലി ഖമൈനിക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെ ബഹളം വെക്കുന്നില്ലേ? അതേ ആളുകളാണ് PC ജോർജിന് എതിരെയും ബഹളം വെക്കുന്നത്. അലി ഖമൈനി എന്താ ചെയ്തിട്ടുള്ളത്? 10,000 സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ? മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള UAE-യിലേക്കും സൗദി അറേബ്യയിലേക്കും കുവൈത്തിലേക്കും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തിയിട്ടില്ലേ? അപ്പൊ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾക്ക് മുസ്ലിം പ്രേമൊന്നുമല്ല, അവർക്ക് ജിഹാദി പ്രേമ. നാട് നശിപ്പിക്കണം, ലോകം നശിപ്പിക്കണം എന്ന ഖമൈനി ഭ്രാന്ത് പിടിച്ച ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതേ ആളുകളാണ് PC ജോർജിനെ എതിർക്കുന്നത്. സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ, നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ഖമൈനിയെ പോലെയുള്ള ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കാനോ ഇവിടെ പ്രകടനം നടത്താനോ ജാഥ നടത്താനോ നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാ ഏറ്റവും വലിയ അപകടം. അവർക്കെതിരെ നട്ടല് നിവർത്തി സംസാരിക്കാൻ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തേ പറ്റൂ. ഇവിടെ ഈ പറയുന്ന കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിലപാടെടുക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു MLA-ക്ക് സാധിക്കാറുണ്ടോ? ഇവിടെയുള്ള SDPI പ്രകടനം വിളിക്കുക ഏത് ഖമൈനിക്ക് വേണ്ടിയേ? നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫിലുണ്ട്. അവർക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്ന ഇറാന് വേണ്ടി പ്രകടനം വിളിക്കുക ഇവിടെയുള്ള SDPI, ഇവിടെയുള്ള ജിഹാദികൾ, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് കൂട്ടുവെക്കാണ് ഇവിടെയുള്ള UDF, LDF. ഇതല്ല സത്യം എന്ന് പറയാൻ നട്ടല്ലി നിവർത്തി ഒരു ജനപ്രതിനിധികളും നമ്മുടെ കേരള നിയമസഭയിൽ വേണ്ടേ? PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ചു വരികയാണെങ്കിൽ നട്ടല്ലി നിവർത്തി ഇവർക്കെതിരെ ജിഹാദിസത്തിനെതിരെ ശക്തമായിട്ട് വാദിക്കൂ. പിന്നെ ഒരു PC ജോർജ് മാത്രമൊന്നല്ല, കേരളത്തിൽ നിരവധി BJP MLA-മാര് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് ഉണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട. നമ്മുടെ കേരളത്തില് ഒരു ആവശ്യവുമില്ലാതെ അനാവശ്യമായിട്ട് ഖമൈനിയെ പോലെയുള്ള ഭീകരന്മാരെ ഇവിടെ പൊക്കിപ്പിടിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം ജിഹാദിസത്തിനെതിരെ നട്ടല്ലി നിവർത്തി നിലപാടെടുക്കുന്നവരെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിജയിപ്പിക്കേണ്ടത് വിവേകമുള്ള ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക.